ഹലോ. പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ക്ലാസ്സൊക്കെ തുറക്കാൻ പോവല്ലേ. അപ്പോൾ അതിന് മുന്നേ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു. ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വഴിക്ക് വരവ് കുറവായിരിക്കും. അപ്പോൾ ദേ ഇഷയും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ നദുവിനെയൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ പുറത്തൊക്കെ പോയി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നദു അവൻ്റെ ഫുഡും കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കപ്പ തന്നെയല്ലേ കഴിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ ആറി ഒരു 5:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നദുവിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനും ബോറടിക്കും, ഞങ്ങൾക്കും ബോറടിക്കും. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ ചൂണ്ടും. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോരം ഉമ്മ വേണമെങ്കിലും തരും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നീ എടുത്തുകൊണ്ട് നടന്നു. ഈ ഒരു സമയത്ത് ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്നധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കടയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ആ പഴയ പാലത്തുമ്മയിൽ കൂടി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കാരണം ഇപ്പോൾ വണ്ടികളെല്ലാം നമ്മുടെ പുതിയ ബ്രിഡ്ജിൽ കൂടിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഈ പാലം ഇങ്ങനെ ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നാളത്തേക്ക്. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുമ്പോൾ ഇത് എപ്പോഴും ഭയങ്കര റഷായിരിക്കും ഈ പാലത്തുമ്മ. അപ്പോൾ അതിങ്ങനെ വണ്ടികളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞെടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും കേട്ടോ. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന റോഡ് കണ്ട് എനിക്ക് അപ്പോൾ വളഞ്ഞും പുളഞ്ഞും നടക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോന്നു കേട്ടോ. എന്തായാലും അടിപൊളി ഈവനിങ് ആയിരുന്നേ.